1989 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ പോസ്റ്റൽ വോട്ടുകൾ തിരുത്തിയെന്ന് വെളിപ്പെടുത്തിയ CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെതിരെ കേസെടുത്തു. സുധാകരനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ രത്തനെ ആണ് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചത്. ഗുരുതര നിയമ ലംഘനമായതിനാൽ FIR ഇട്ട് കേസെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ K. അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പുന്നപ്ര പറവൂരിലെ വീട്ടിലെത്തി സുധാകരന്റെ മൊഴിയെടുത്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തുടങ്ങിയ മൊഴിയെടുപ്പ് 40 മിനിറ്റോളം നീണ്ടു. മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയെങ്കിലും വിശദ റിപ്പോർട്ട് കളക്ടർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എല്ലാ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജി സുധാകരന്റെ പ്രതികരണം. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച പൂർവ്വകാല നേതൃസംഗമത്തിലായിരുന്നു സുധാകരന്റെ വിവാദ വെളിപ്പെടുത്തലുണ്ടായത്. 1989 ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥിയും CPMന്റെ സർവീസ് സംഘടനയായ KSTA നേതാവുമായ KV ദേവദാസിനായി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയെന്നായിരുന്നു പരാമർശം. ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു സംഭവം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സുധാകരനായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി. യൂണിയൻ പ്രവർത്തകർ ജാഗ്രത പുലർത്തുന്നതിനാണ് അത്തരത്തിൽ പ്രസംഗിച്ചതെന്നാണ് സുധാകരനോടുള്ള അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. സുധാകരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 136, 126 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, 1961 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങൾ, ഭാരതീയ ന്യായ സംഹിത എന്നിവ അനുസരിച്ച് നടപടിയെടുക്കാനാണ് രത്തൻ നിർദ്ദേശിച്ചത്. സ്വാതന്ത്ര്യവും നീതിയുക്തവും സുതാര്യവുമായ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയെന്ന വാർത്ത ഗൗരവമായി കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1989 പുരുഷോത്തമനായിരുന്നു ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി. പോസ്റ്റ് വോട്ട് LDF തിരുത്തിയെങ്കിലും 25-123 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അതേസമയം വിവാദമായ പോസ്റ്റൽ ബാലറ്റ് തിരുത്തൽ പരാമർശം താൻ അല്പം ഭാവത്തോടു കൂടിയാണ് പറഞ്ഞതെന്നാണ് CPM നേതാവ് ജി സുധാകരൻ പറഞ്ഞത്. ചേർത്തല കടക്കരപ്പള്ളിയിൽ CPI ലോക്കൽ സമ്മേളനത്തിൽ മുന്നോടിയായി ആദ്യകാല നേതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലറ്റ് ആരും തുറന്നിട്ടില്ല, ആ രീതി പാർട്ടിയിലില്ല. NGO യൂണിയൻ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ആദ്യകാല പ്രവർത്തകരുടെ സംഗമത്തിലെത്തിയപ്പോൾ ചില പോസ്റ്റൽ വോട്ട് പാർട്ടിക്ക് ചെയ്യാറില്ലെന്നും ഇത് പ്രസംഗത്തിൽ പരാമർശിക്കണമെന്നും ഒരു നേതാവ് സൂചിപ്പിച്ചിരുന്നു. ഇക്കാര്യം പൊതുവെ പറഞ്ഞപ്പോൾ അല്പം ഭാവം കലർത്തി അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. 20 വർഷം MLA ആയിരുന്ന താൻ ബാലറ്റ് പരിശോധനയിൽ പങ്കാളിയായിട്ടില്ല. കള്ളവോട്ട് ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ തയ്യാറായിട്ടുമില്ല. പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നത്ര രഹസ്യ സ്വഭാവം പലപ്പോഴും പോസ്റ്റൽ ബാലറ്റിൽ വരുന്നില്ല. പോസ്റ്റൽ ബാലറ്റിന്റെ സമാഹരണം എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട്. വാക്കുകളുടെ വ്യാഖ്യാനങ്ങളും അടർത്തിയെടുത്തും മാധ്യമങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമാണ് മഹനീയ സ്ഥാനമെന്നും സുധാകരൻ പറഞ്ഞു. പ്രസംഗത്തെക്കുറിച്ച് മാത്രമാണ് ഉദ്യോഗസ്ഥർ ചോദിച്ചത്. ബാക്കി നടപടികൾ കളക്ടർ ചെയ്യട്ടെ. കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ജി സുധാകരൻ പറഞ്ഞു. പാർട്ടി ബാലറ്റ് പേപ്പറിൽ തിരിമറി ചെയ്യാറില്ല. സുധാകരന്റെ വെളിപ്പെടുത്തലിൽ വിശദീകരണം ചോദിക്കും. R. നാസർ CPM ജില്ലാ സെക്രട്ടറി. സുധാകരൻ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹത്തിന് ഇനിയും സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടാകും. ബാലറ്റ് അട്ടിമറി CPM സ്ഥിരമായി ചെയ്യുന്നതാണ്, AA ഷുക്കൂർ പറഞ്ഞു.